എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ ഞാനത്തേക്ക് വീഡിയോ കണ്ടിട്ട് കമൻസ് ഇട്ടവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. അതുപോലെ എന്തുകൊണ്ട് അപ്പോൾ ഇന്നലത്തെ പാട്ട് കേട്ടിട്ട് ചിലർ പറഞ്ഞ് നല്ല സോങ് ആയിരുന്നു, നല്ല പാട്ടായിരുന്നു എന്നൊക്കെ. മായ പറഞ്ഞു, ചേച്ചിയെ ഒത്തിരി നാളായല്ലേ പാട്ട് കേട്ടിട്ട്, ക്രിസ്മസിന് ഒരു അടിപൊളി പാട്ട് ആയിട്ട് വന്ന്. അപ്പോൾ എന്നോട് കുറേ നാളായി ഞാൻ പാട്ട് പാടിയിട്ട്. അപ്പം ജെനിഫർ പറഞ്ഞായിരുന്നു, ജെനിഫർ ഒരു പാട്ടും എന്നോട് പറഞ്ഞായിരുന്നു. അന്ന് ഞാനത് ഓർത്ത, പിന്നെ എനിക്കങ്ങ് ചുമയൊക്കെ ആയി. പിന്നെ ഞാനങ്ങ് മറന്നു. ഇനിയിപ്പോൾ ഞാൻ ആ കമൻസ് നോക്കി പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസങ്ങളായെന്ന് തോന്നുന്നു കേട്ടോ. ജെനിഫർ എന്നോടൊരു പാട്ട് പാടണേന്ന് പറഞ്ഞായിരുന്നു. സോറി ജെനിഫറെ, ഞാനതൊന്നും ഏത് പാട്ടാന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞെങ്കിൽ നമ്മൾക്ക് പാടാനൊക്കെ കുഴപ്പമൊന്നുമില്ല. ഒരാൾ ആഗ്രഹം പറഞ്ഞാൽ പിന്നെ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ. പിന്നീട് എന്താ, അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നെയ്മത്തി കഴിക്കാൻ നല്ലതാണ്, പക്ഷേ മുറിയെല്ലാം സ്മെല്ലെടുക്കുമെന്ന്. അപ്പം നമ്മുടെ ബ്ലസ്സഡ് അവൾ USA-ലാണ്. അപ്പോൾ അവൾ പറഞ്ഞായിരുന്നു, ആ മോള് പറഞ്ഞായിരുന്നു, ചേച്ചി നമ്മുടെ ഈ തുണി കഴുകുന്ന മണമുള്ള കംഫർട്ടൊക്കെ ഒഴിക്കത്തില്ലേ, ആ കംഫർട്ട് കുറച്ചെടുത്തിട്ട് ഇച്ചിരി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പം മുറിയെല്ലാം വ്യാപിക്കും. ഞാനപ്പം അങ്ങനെ ചെയ്തു. ഞാനങ്ങനെ കഴിഞ്ഞ ദിവസം വലിയ ചൂര വെട്ടിയോണ്ട് മീനൊക്കെ വെട്ടുമ്പോൾ അവിടെയൊക്കെ സ്മെല്ലായിരിക്കുമല്ലേ, നമ്മൾ കിച്ചണിൽ വെച്ചല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഐഡിയ ചെയ്തു. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന കംഫർട്ടിലും പല ഫ്ലേവറിൻ്റെ ഉണ്ടല്ലേ. അപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞിടെ ഞങ്ങളൊരു റോസ് കളറിലെ ഇത് വാങ്ങിച്ചു. റോസ് കംഫർട്ട്, അതിൻ്റെ എന്തോ ഫ്ലഫി അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. അത് നല്ല മണമെന്ന് വെച്ചാൽ നല്ല മണമാണ്. എനിക്ക് നേരത്തെ ഞങ്ങൾ കംഫർട്ട് വാങ്ങിക്കുന്ന ബ്ലൂവും പിന്നെ പിങ്ക് കളറിലായിരുന്നു. അതിനേക്കാൾ മണം ഇത് നിൽക്കുന്നുണ്ട് തുണികൾക്കൊക്കെ. അപ്പം ഞാൻ ചെയ്തത്, ഞങ്ങളുടെ കുളിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിൻ്റെ അകത്തല്ല, നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ അകത്തൊക്കെ ചെയ്താൽ അതിൻ്റെ മണം എത്ര നേരം നിൽക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് നമ്മൾ ഈ വെള്ളമൊക്കെ കുളിക്കാൻ ചൂടാക്കുന്ന ചരുവോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചരുവ് എടുത്ത് നമ്മൾ ഗ്യാസ് ചെയ്തിട്ടത് നല്ലതായിരുന്നു കേട്ടോ. മുറികളിലൊക്കെ നല്ല മണം ഉണ്ടായിരുന്നു. ഞാനത് കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിച്ച്. എന്തോ പറ്റിയെന്നോ, സ്പേസ് പോയി. അപ്പം അതിലിപ്പം പറഞ്ഞു, ചേച്ചിയെ പുതിയ മൊബൈൽ വാങ്ങിയിരുന്നു. അപ്പോൾ അയ്യോ, ഞാൻ എന്തായിരുന്നു പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ടിപ്സോ വല്ലതും അറിയാമെങ്കിൽ ഇങ്ങനെ പറയുവാണെങ്കിൽ ഞാനിങ്ങനെ ചെയ്യാം. അതെനിക്കും ഗുണമാവും, മറ്റുള്ളവർക്കും ഗുണമാവും. നമുക്കറിയാവുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ദോഷമൊന്നും വരത്തില്ല. നമ്മുടെ മുഖേന മറ്റുള്ളവർക്കൊരു പ്രയോജനമാണെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ. ഇതേ കഴിഞ്ഞ ദിവസം ന്യൂസ് യൂട്യൂബിലെ പോത്തൻകോട് നടന്നൊരു സംഭവം. 68 വയസ്സുള്ള ഒരു അമ്മയെ ഇങ്ങനെ ഒരുത്തൻ വന്ന് ബലാത്സംഗം ചെയ്ത്. ആ അമ്മയെന്ന് പറയുന്നത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ആ അമ്മയുടെ സഹോദരങ്ങളൊക്കെ അടുത്തൊക്കെ ഉണ്ട്. ഈ അമ്മ രാവിലെ എണീറ്റ് ഈ പൂമാലയൊക്കെ കിട്ടുന്ന പൂ പറിക്കാൻ പോയിട്ടേ, ഈ അമ്പലത്തിൽ കൊണ്ടുപോയാണോ അതോ ഇനി വീട്ടിൽ ഇങ്ങനെ വെക്കാനാണോന്നും അറിയത്തില്ല. അങ്ങനെ അവനെ പിടിക്കുകയും ചെയ്ത്. അവനൊരു മാനസിക രോഗിയാണെന്നൊക്കെയാണ് പറയുന്നത്. മാനസിക രോഗിയാണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ കാലം പോകുന്ന പോക്കേ, പ്രായമുണ്ടെന്നോ ചെറുപ്പക്കാരികളെന്നോ കുഞ്ഞുങ്ങളെന്നോ പെങ്കൊച്ചുങ്ങളെന്നോ ഒന്നും ഒരു നോട്ടമില്ല. ഇതുങ്ങൾക്കൊക്കെ പണ്ടുള്ളവർ പണ്ട് പറയുന്ന പോലെ ഇതൊക്കെ മൃഗത്തിൻ്റെ സ്വഭാവമാണെന്നോ. ഇപ്പം ചിലരോട് പറയും മൃഗത്തിൻ്റെ സ്വഭാവം. കാരണം അത്രയ്ക്ക് ഒരു ദയയില്ല, മനസാക്ഷിയില്ല, ദൈവഭയം ഇല്ലാതായിപ്പോയി മനുഷ്യർക്ക്. ഇപ്പം ചിലരെന്നെ കുറ്റം പറയുന്നത് ഈ വലിയ ദൈവഭയക്കാരിയാണെന്ന്. കുറ്റം പറയേണ്ട ആൾക്കാർ നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഈ കുറ്റം പറയാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക. കാലം പോകുന്ന പോക്ക്, അല്പമെങ്കിലും നമ്മുടെ മനസ്സിൽ ദൈവത്തെ ഭയമുണ്ടെങ്കിൽ ഇങ്ങനൊരു തൊഴിൽ ചെയ്യത്തില്ല. അപ്പോൾ ഒരു അങ്ങാരം അതാ പറയുന്നത്, മാനസിക രോഗിയാന്ന് പറഞ്ഞങ്ങ് കാർഡ് കാണിച്ചാൽ മതിയല്ലേ എന്തും ചെയ്തിട്ട്. ഇപ്പം നാളെ നമ്മുടെ മക്കൾക്കും ഇതായിരിക്കും വരുന്നത്. ഈ പ്രായമായ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും പെൺകൊച്ചുകളൊക്കെ എങ്ങനെ വെളിയിൽ പോയി കഴിയും? ഇവന്മാർക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്കണം. അതാ ഇപ്പം ഈ ഒരു സംഭവം കുറച്ച് നാൾ എല്ലാവരും എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കും. അവനെ കുറച്ച് പോലീസ് പിടിക്കുകയും ചെയ്യുമായിരിക്കും. കുറച്ച് നാൾ അതിൻ്റെ അകത്ത് ഇടും, എന്നിട്ട് ഇറക്കി വിടും. അവന്മാർക്ക് പിന്നെ അതൊരു ആച്ചായി. ഇതിന് അതിൻ്റേതായ ശിക്ഷ കൊടുത്താൽ
ആൾക്കാർക്കൊരു പേടി വരും. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ, ഓരോ സംഭവങ്ങൾ വരുന്നു, ആൾക്കാർ അതിൻ്റെ പുറകെ പോകുന്നു. കുറച്ച് നാൾ കഴിയും, അതങ്ങ് മറക്കും എല്ലാവരും. അടുത്തത് വീണ്ടും കുത്തിപ്പൊക്കി വരും. ഇതിപ്പോൾ ആണെന്നാന്നേലും പെണ്ണെന്നാന്നേലും ചെയ്യുന്നതിന് അതിൻ്റേതായ ശിക്ഷ കൊടുക്കണമെന്നായി എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ശിക്ഷ കൊടുക്കാതെ അവനെ കുറച്ച് നാൾ അവൻ മാനസിക രോഗി എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടാൽ വീണ്ടും അവൻ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? ഇവനൊക്കെ എന്താ സംഭവം? അവരുടെ ആ പാവം തള്ളയുടെ ജീവനും പോയി, ഓർക്കാൻ കൂടെ വയ്യെന്നുള്ളേ. ഇപ്പം എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്? നമുക്കിപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ വെളിയിലൊക്കെ വിടാൻ നമുക്ക് പേടിയാണ്, തന്നെ വിടാൻ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയ സമയത്ത് എന്ത് മൈൽ താണ്ടിയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഞങ്ങൾ തന്നെ പോയിട്ടുള്ളത്. ആരും നമ്മളെ പിടിക്കാനും വന്നിട്ടില്ല, ഓടിക്കാനും വന്നിട്ടില്ല. വയലേക്കൂടെ പോകുമ്പോൾ ഒരു കൈത കാണും. ഞങ്ങൾ വയലേക്കൂടെ വയൽ ഈ നെൽകൃഷിയുടെ സൈഡിൽ കൂടെ. അപ്പോൾ ആ തോട് സൈഡിൽ പോകുമ്പോൾ കൈത കാണും. അവിടെ വരുമ്പോൾ ഓടും, പാമ്പുണ്ടെന്നും പറഞ്ഞ്. ആരെയും നമ്മളെ ഓരോന്നൊക്കെ പേടിപ്പിക്കും. നമുക്ക് പിന്നെ ആ കൈതയുടെ, ചിലർ പറയും കൈതപ്പൂവിൻ്റെ സ്മെല്ല് വരുമ്പോൾ പാമ്പ് വരും. ഒരനക്കം കേട്ടാൽ മതി ജീവൻ. നമ്മൾ പിന്നെ പോകുന്ന ഒറ്റയ്ക്കല്ല, നമ്മുടെ ആ ഏരിയയിലുള്ള പിള്ളേരെല്ലാം കാണും, ഓടും അവിടുന്ന്. എനിക്കാണ് ജീവിതത്തിൽ ഒരു ഭയങ്കര പേടിയുള്ള സാധനം പാമ്പ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ ചേച്ചി പറയുന്നത് ഓരോ അവസ്ഥകൾ ഓരോരുത്തരുടെ ഓർക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ആൺകൊച്ചുങ്ങളെന്നില്ല പെൺകൊച്ചുങ്ങളെന്നില്ല. ഇപ്പം കൊച്ചുങ്ങൾ വീട്ടിൽ നിന്ന് പോയാൽ വരുന്നിടം വരെ നമുക്കൊരു സമാധാനമില്ല. അതുങ്ങൾ കയറി വരുന്നിടം വരെ അല്ലേ? ദൈവമേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇപ്പോൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പരീക്ഷയാണ്, മോഡൽ എക്സാം. അപ്പോൾ അതിനായിട്ട് പഠിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടേ മുടി ഇങ്ങനെ വളർന്നിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം അവൻ മുടി വെട്ടാൻ പോയണ്ടേ ശരിക്കും വെട്ടിയില്ലേ, ഈ ഫ്രണ്ടിലെ കുറച്ചെടുത്തില്ല. ഞാൻ പറഞ്ഞു മുടി വെട്ടുന്നുണ്ടേ നന്നായിട്ട് വെട്ടിയിട്ട് ആ ഫ്രണ്ടിലെ മുടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇച്ചിരി എണ്ണ ഇപ്പോൾ തേച്ചിട്ട് പറഞ്ഞ ചേച്ചി അവനോട് കുറേ നേരം കൊണ്ട് ഞാൻ പറഞ്ഞിടാ ഇച്ചിരി എണ്ണ തേച്ചിട്ട് തല ചോദിന് ചീവി വെക്കടാ, തല ചോദിന് ചീവി വെക്കുന്നു. അവനൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അവിടെ ഇരുന്നു. അപ്പം ഞാൻ ചീപ്പ് നോക്കാൻ പോയതാണ്. ഞാനിപ്പോൾ ഇച്ചിരി എണ്ണ തേച്ചിട്ട് ഞാൻ പറഞ്ഞ് ഇന്ന് വൈകിട്ട് പോയി 2-3 ദിവസം കൊണ്ട് പറയാം. അപ്പോൾ രാവിലെ മറന്നു പോവും. അവൻ ഓർക്കുന്ന സമയത്ത് രാവിലെ ഇവർ തുറന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ബ്രേക്കായിരിക്കും. അവർ അടച്ചിട്ട് പിന്നെ വൈകിട്ടേ തുറക്കത്തുള്ളൂ. പിന്നെ ക്ലാസ് ആയി, പിന്നെ വൈകിട്ട് പോകാൻ അവന് സമയമില്ലാതായി. അപ്പം ഞാനത് ഇച്ചിരി ഒന്ന് ചീവി വെച്ചിട്ട് നന്നായിട്ട് മുടിയുണ്ട്. അങ്ങനെ സൺഡേ പോയപ്പോഴും അന്ന് പിന്നെ വൈകിട്ട് പോയില്ല, വൈകിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി. അപ്പോൾ ഇനി മുടി ഉടനെ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് വെട്ട്. അത് തന്നെ മനുഷ്യർക്ക് മുടി ഇരിക്കുമ്പം തന്നെ അവർക്ക് അസ്വസ്ഥതയില്ല, കാണുന്ന നമുക്കൊരു അസ്വസ്ഥതയാണ്. അപ്പം ഞാൻ കുടിക്കാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൈകിട്ട് നാളത്തേക്കിന് അരി വെള്ളത്തിടാനായിട്ട് ഞാൻ ഉഴുന്ന് കാണത്തക്ക വിധത്തിൽ ഇന്നലെ ഉഴുന്ന് ഡബ്ബയിലിട്ടിട്ട് കുപ്പിയിലിട്ടിട്ട് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അത് ഞാനിങ്ങനെ കെട്ടി വെച്ചേക്കും. അത് ഇന്ന് ഇപ്പം ഓർക്കാനായിട്ട് അങ്ങനെ ചില സമയത്ത് ഓർക്കും, ചില സമയത്ത് ഓർക്കത്തില്ല. അപ്പം ഓർക്കാനായിട്ട് ഞാൻ ആ ഉഴുന്നെടുത്ത് ഇങ്ങനെ പാതാമ്പരത്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുമല്ലേ ആ അരി വെള്ളത്തിടണമെന്ന്. അപ്പം ഞാൻ ഇച്ചിരി സബ്ജ സീഡ് ഞാൻ ഇങ്ങനെ എടുത്ത് കലക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അത് ഇച്ചിരി എടുത്ത് നാരങ്ങ വെള്ളം ഇച്ചിരി ഉപ്പിട്ടാന്നേലും ഇപ്പം റോക്ക് സോൾട്ട് ഇരിപ്പുണ്ട്, അതെടുത്ത് ഉപ്പിട്ടാണ് ഞാൻ കുടിക്കുന്നത്. ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ മധുരം വേണം. അപ്പോൾ എന്നോട് എന്നാൽ കമൻറ്റിൽ വന്നായിരുന്നു ബിജി ഈ തണുപ്പ് സമയത്ത്, കാരണം സബ്ജ തണുപ്പല്ലേ കുടിക്കല്ലേ അല്ലാത്തപ്പം കുടിയെന്ന്. പക്ഷേ എനിക്കത് എൻ്റെ ബോഡി തന്നെ ചൂടാണ്, അതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു കോൾഡോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഈ തണുപ്പാണെന്ന് ഞാൻ പറയത്തില്ലേ, പക്ഷേ എനിക്ക് അങ്ങനെ വലിയ തണുപ്പായിട്ടൊന്നും തോന്നില്ല. ഇവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അവർ ഫാൻ പോലും അപ്പച്ചനും പോളും ഇടാറില്ല. പോളിൽ പിന്നെ ചൂടാന്നേലും അവൻ പറയും ഫാൻ വേണ്ട എന്ന് പറയും. അപ്പോൾ എനിക്കങ്ങനെ ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. ഞാൻ പറയുകയും ചെയ്ത് എൻ്റെ ബോഡി ചൂടാണ്, എനിക്ക് ഇങ്ങനെ കുഴപ്പമായിട്ടൊന്നും വന്നിട്ടില്ലെന്ന്. ചിലർക്ക് ഈ തണുപ്പ് സമയത്തൊക്കെ ഇതേ നമ്മുടെ റാഗി, അതായത് പഞ്ഞിപ്പുല്ല്, ഇതൊക്കെ തണുപ്പാണ്, ബോഡിക്ക് തണുപ്പാണ്. അതൊക്കെ ഈ തണുപ്പ് സമയത്ത് കുടിക്കരുതെന്ന മീൻസ് ഇങ്ങനെ പ്രോബ്ലം ചിലർക്ക് അത് കുടിച്ച് അങ്ങനെ പ്രോബ്ലം ഉള്ളവർ കഴിക്കുവാണെങ്കിൽ ആ സമയത്ത് ഈ തണുപ്പ് കഴിക്കുവാണെങ്കിൽ കോൾഡോ അങ്ങനെയൊക്കെ വരും. എനിക്ക് പക്ഷേ അങ്ങനെ ഒരു പ്രോബ്ലം ഇതുവരെ വന്നില്ല, അതുകൊണ്ട് ഞാനങ്ങ് ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഞങ്ങൾ പറഞ്ഞിട്ടും വിജയം അനുസരിച്ചില്ലല്ലോ എന്ന് എനിക്ക് അത് ബോഡിക്ക് ഇത്രയും, കാരണം അത്രയ്ക്ക് എനിക്ക് ചൂടുണ്ട്, അതാണ് ഞാൻ പറയാൻ കാര്യം. ഇപ്പോഴും അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ നന്നായി വിയർക്കും ഞാൻ, തണുപ്പ് ഉള്ള ക്ലൈമറ്റ് ആണേലും. ചില സമയത്ത് തണുപ്പ് പോലെ തോന്നുവേ. അപ്പം ഞാൻ പിന്നെ കാബേജ് തോരൻ വെക്കാനായിട്ട് കുറച്ച് അരിഞ്ഞ് വെച്ചായിരുന്നു.
അതൊക്കെ ഒന്ന് തോരൻ വയ്ക്കട്ടെ. ഇന്നങ്ങനെ ഇപ്പോൾ ഇന്നലത്തെയൊക്കെ കറിയൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു തോരനൊക്കെ നമുക്ക് നിൽക്കാം. അപ്പോൾ കാബേജ് തോരൻ ഉണ്ടാക്കാൻ നേരം ഞാൻ പറഞ്ഞില്ല, അരിഞ്ഞുണ്ണേ സ്മെല്ല് മാറാനായിട്ട് ഞാനൊരു ബ്രെഡ് പീസ് അവിടെ എടുത്ത് വെച്ചായിരുന്നു. അപ്പം അന്ന് മുറിയിലുള്ള ആ ഒരു അവിഞ്ഞ കാബേജ് ഉണ്ടാക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലേ, അതങ്ങ് മാറും. പോളുമോൻ ഉച്ചയ്ക്ക് കഴിക്കുന്നില്ല, രാത്രിയിലേ കഴിക്കുന്നുള്ളൂ, ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഇപ്പം ചർച്ചിൻ്റെ ഇത് നടക്കുമല്ലേ, അപ്പം ചിലപ്പം രാവിലെ കഴിക്കും. ഫുള്ള് എടുക്കുന്നില്ല അവൻ. അപ്പം അവനൊരു കോഫി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. അവനൊരു ഇച്ചിരി കടുപ്പം കൂടെ വേണം. ഇച്ചിരി കടുപ്പം അവന് സെപ്പറേറ്റ് ഇട്ടേ ബാക്കി അപ്പച്ചനോട് കൊടുത്തു. അവന് കോഫി മതിയെന്ന് പറഞ്ഞു, അല്ലാതെ ബൂസ്റ്റോ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എക്സാമിന് പോകണം. അവന് 2:30 ആകുമ്പം. അവനും 3 മണിക്കാണ് എക്സാം തുടങ്ങുന്നത്. ചൂട് വേണ്ട, ഒന്ന് ആറ്റിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അഥവാ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് ഒരു ലസ്സി എങ്ങാനും വാങ്ങിച്ചു കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ അനു ഇപ്പോൾ വരാറായി. അതുകൊണ്ട് അനു വരുമെന്ന് പറഞ്ഞ് ടേബിളൊക്കെ മാറ്റിയിട്ട് ആൾ കട്ടിലേ കയറിയിരിക്കുക. കട്ടിലേ ഇരുന്ന് പഠിക്കാൻ. അവൾ വരുന്നുണ്ടെങ്കിൽ അവനിരുന്ന് പഠിക്കുന്ന ആ ടേബിളൊക്കെ എടുത്ത് മാറ്റി വെക്കണം. റീച്ചാൻ ഇന്നലെ സൺഡേ അല്ല, അത് കഴിഞ്ഞ് വന്ന വഴിക്ക് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ റീച്ചാൻ കഴിക്കാറില്ല, ബാക്കി എല്ലാവരും. പണ്ട് പ്രൈസിനും കഴിക്കാറില്ലായിരുന്നു, ഇപ്പം പക്ഷേ പ്രൈസിനും കഴിക്കും. രാവിലെ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ പുഴുങ്ങുവാണെങ്കിൽ ഇഷ്ടം എല്ലാവർക്കും. അതിന് വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പം ഞാനതൊന്ന് അന്ന് എടുക്കാൻ പറ്റിയില്ല. അന്നറിയാതെ അരിയൊക്കെ വെള്ളത്തിയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അതുണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ ഇത് പിന്നെ കൊണ്ടുവന്നൊരു 3-4 ദിവസം ഇരുന്നാലും പന്നലാകത്തില്ല. അങ്ങനെ ഞാനതൊന്ന് ഇപ്പോൾ എടുത്തൊന്ന് കെട്ടിയെന്നെടുത്ത് മാറ്റി ഇങ്ങനെ ഇട്ടതാണ്. അതിൽ നിന്ന് ഒരു കിഴങ്ങെടുത്തിന്ന് ഞാൻ ബോയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ചോറിൻ്റെ ഒടിച്ചിലിട്ട് ഇളക്കി കഴിക്കണമെന്ന് തോന്നി. ഈ ഒരെണ്ണം ഞാനെടുത്ത് മാറ്റി വെച്ച് അത് പുഴുങ്ങാന്ന് വെച്ച്. അപ്പോൾ പാത്രങ്ങളും ഗ്ലാസ്സുകളും എല്ലാം കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ചേച്ചിയെ വെള്ളത്തിന് പൈസ കൊടുക്കണ്ടേ, ഇങ്ങനെയും വെള്ളം ചേച്ചി പാത്രം കഴുകുമ്പോഴൊക്കെ ഒത്തിരി വെള്ളം കളയുന്നുണ്ടെന്ന്. അതേ, ഒന്നാമത് ഈ പൈപ്പിന് ചില സമയത്ത് എല്ലാ സൈഡിലെയും ആൾക്കാർ എനിക്ക് തോന്നുന്നു ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇത്തിരി ഫോഴ്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ നല്ല ഫോഴ്സ് ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ എപ്പോഴും കുറയ്ക്കുവാണെങ്കിൽ അതങ്ങ് ഇത്തിരി കുറവായിരിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാത്രം കഴുകിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും നിർത്തണം. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് ചെയ്യുന്നതാണ്. വെള്ളത്തിന് പൈസയൊക്കെ കൊടുക്കണം, സൊസൈറ്റിയിൽ ബില്ല് വരും, അന്നേരം അതിൻ്റെ പൈസ കൊടുക്കണം. എല്ലാം ഞാൻ സോപ്പിട്ട് വെച്ചാൽ ഇനി എനിക്കൊന്ന് കഴുകിയെടുത്താൽ മതിയേ. ഉണക്കമീനായത് മത്തി. എനിക്ക് ഉണക്കമീൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മത്തിയാണ്. ഞാനേ ഇത് ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു, ഫ്രിഡ്ജിലല്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ വിറക് അടുപ്പുണ്ടല്ലേ, അതിൻ്റെ പാതാമ്പറത്ത് ഇങ്ങനെ ഒന്നീ സഞ്ചിയിലെങ്ങാനും കെട്ടി അവിടെ തൂക്കിയിടും. അങ്ങനെ തൂക്കിയിടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചൂടടിച്ചത് ഇരുന്നോളും. അപ്പോൾ അത് നനവായിട്ടിരിക്കത്തില്ല. നനവായിട്ടിരിക്കുമ്പോൾ പിന്നെ അതിൽ കീടകളൊക്കെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന അറിവ്. അപ്പം ഇത് ബെൻസി അന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ കുറേ നാളായി. ഇപ്പോൾ ഈ പച്ചമീനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ എടുക്കാറില്ല. ഇവിടെ ഞാനും അപ്പച്ചനും മാത്രമേ കൂട്ടാറുള്ളൂ. ഇവിടെ ആർക്കും പോളിനൊന്നും ഇഷ്ടമല്ല ഇത്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് വെട്ടിയിട്ട് ഇച്ചിരി മസാല പുരട്ടി വയ്ക്കാമെന്ന് വെച്ചു. എനിക്ക് ഈ ഉണക്കമീനിൽ എനിക്കിഷ്ടം ഇതാണ്. അല്ലാതൊന്നും അങ്ങനെ വേറെ ഒന്നിനോടും അത്ര ഇതില്ല. ഇതാകുമ്പം ഇങ്ങനെ വറുത്ത് കഴിക്കാൻ നല്ലതാണ്. അപ്പം ഞാനിന്ന് അതിൻ്റെ
ഇച്ചിരി തലയുടെ അകത്തെ ചെകിളയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് 1-2 എണ്ണത്തിൻ്റെ തല കളഞ്ഞിട്ടില്ല. പിന്നെ അപ്പച്ചന് കൊടുക്കാനുള്ളതിലൊക്കെ തല എടുത്ത് മാറ്റി. അപ്പോൾ ഞാൻ ഇച്ചിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ, ഉപ്പൊന്നും വേണ്ട, ഇത് ഓൾറെഡി ഉപ്പല്ലേ ഉണക്കമീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.